ആലപ്പുഴ ചിമ്മാനിക്ക് ശേഷം വന്ന പടമുണ്ട്, ആ. ജയേട്ടൻ്റെയും വിനായകൻ്റെ ഒക്കെ ഒപ്പം ചെയ്യുന്ന സിനിമ. എങ്ങനെ പോകുന്നു ഷൂട്ടൊക്കെ? ഷൂട്ടൊക്കെ ഭംഗിയായിട്ട് പോണത്. ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കെ ആ 52 53 അങ്ങാട് ദിവസമായി ഷൂട്ട്. എനിക്ക് ഫുൾ ഡേ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഒരു ഗാങ്സ്റ്റർ പരിപാടിയൊക്കെയാണ്. അമ്മ കോലത്തിന് പറ്റിയ എന്തെങ്കിലും. അപ്പം അതിൽ ഇതങ്ങനെ ഭംഗിയിൽ പോയി, പരിപാടികളൊക്കെ പോയി. ഈ ഓണത്തിനൊക്കെ റിലീസാവുമെന്ന് വിചാരിക്കണ്, ഒരു ഐഡിയ ഇല്ല. ഈ ആറ്റിറ്റ്യൂഡ് വേണമല്ലോ ഒരു ഗാങ്സ്റ്ററിന്, ഒരു മാസ് സാധനം. ആ പല രീതിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കോമഡി ഗാങ്സ്റ്ററാ? കോമഡി അല്ലല്ല, കോമഡി വിത്ത് മിക്സ്ഡാ. ആ സീരിയസ് ആവും, പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ മലയാളം മൂവിയിലാണെങ്കിലും ഇപ്പൊ പൾപ്പ് ഫിക്ഷനിലാണെങ്കിലും അങ്ങനെ കുറെ മൂവിയിലുണ്ടല്ലോ. ആ ആ ആ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് കാണുമ്പോൾ മൊത്തത്തിൽ ആ സിറ്റുവേഷൻ വൈസ് അത് കോമഡി ആയി പോകുന്നതാണ്. ആ അതാണ് പരിപാടി. അല്ലാതെ മറ്റേ അയിലോർത്തോ സാധനം വല്ലാത്ത ജാതിയിലാണെങ്കിലും ശരി, കായലാണെങ്കിലും ശരി, ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ലുക്സിലായാലും നോട്ടത്തില്, ബോഡി പോസ്റ്ററില്. ഇതിനുള്ള ബ്രീഫ് എവിടുന്ന? ഇതിനുള്ള ഐഡിയ എവിടുന്ന? എനിക്ക് തോന്നുന്നത് രണ്ടും ഒരു സിമിലർ എന്നല്ല. ഇപ്പൊ കായൽ എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ ആ ഒരു 10 മിനിറ്റ് ഉൾക്കൊള്ളാണല്ലോ നമ്മൾ ആയി എന്നുള്ളത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ, ഐ ആം ഓണിങ് ദിസ് കാർ. ആ ഒരു സാധനം ടപ്പ് ചെയ്യുന്ന തലച്ചോറിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിന്ത കൊണ്ടുവരാം, അല്ലെങ്കിൽ മൊത്തത്തിൽ സറൗണ്ടിങ്സ് നമുക്ക് അങ്ങനെ വിചാരിക്കാം. ആ ഒരു പോയിന്റിലാണ് ഞാനത് എനിക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റിയുള്ളത് തോന്നുന്നുണ്ട്. അതിലിപ്പോഴും ആ ലിറിക്കിന്റെ ദുനിയാവിൽ ആരാണ്ടാ നമുക്ക് പെരിയോന് എന്നുള്ളതാണല്ലോ അതിൻ്റെ കോറ് എന്ന് പറയുന്നത് ട്രാക്കിന്റെ. ആ ഒരു കോറ് വെച്ചിട്ടാണ് പിടിച്ചത്. ഹെൽത്തൊക്കെ 1 വീക്കായിരുന്നു, ഫുഡും സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടേ. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽത്ത് വീക്ക് എന്ന് പറഞ്ഞാൽ പറ്റ വീക്ക്. ഞാനാണെങ്കിൽ കൊച്ചിയിലല്ലാതെ വേറെ എവിടെയും പോയിട്ട് 2 ദിവസത്തിന് മേലെ താമസിച്ചില്ല. കൊച്ചിയിൽ തന്നെ വന്നിട്ട് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വന്നു. അവിടുത്തെ ട്രാഫിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറ്റില്ല അവിടെ. അപ്പോൾ ഞാനാണ് അവിടെ പോയിട്ട് 10-15 ദിവസം നിൽക്കുന്നേ. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതിന് ഷൂട്ട്. അപ്പോൾ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് ആ ഒരു നമുക്ക് ആ ഒരു ഇത് ചെയ്യണം, ഇത് കൊണ്ടുവെക്കണം, സൗത്തിൽ ബിസിനസ് വരണം, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇത് മൊത്തത്തിൽ എന്തൊക്കെ നമുക്കൊരു സീൻ മാറ്റിയെടുക്കാൻ പറ്റുമോ, ഒരു ഇൻഡിപെൻഡൻറ്റ് സീൻ മാറ്റിയെടുക്കുന്നതിൽ, മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ എങ്ങനെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റുമോ, അതൊക്കെ ഒരുപാട് സന്തോഷം ഉള്ള കാര്യമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ, നമ്മളിത് തീർക്കും എന്നുള്ളൊരു മൂഡിലൊക്കെ പോയിരുന്നത്. ഇപ്പൊ ഇന്ത്യയിലൊരു ടോപ്പ് പെർഫോമർ ഒക്കെ ഉണ്ടാവില്ല, പക്ഷേ പേരെടുത്ത് പറഞ്ഞ ഇപ്പൊ ബാദ്ഷാ, അതാണോ ആഗ്രഹം? എമിനാണോ ആഗ്രഹം? രണ്ടുമല്ല. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിനെ കൊണ്ടുപോയി അപ്പാക്കാൻ പറ്റുന്ന ഒരു ആരായാലും ഞാൻ ഹാപ്പിയാണ്. അതായത് ഇപ്പം ഈ കായ് എടുക്കുന്നൊരു ഉദ്ദേശം അവിടെ പോയിട്ട് അവർ ചെയ്യുന്ന പോലത്തെ റാപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാൻഷൻ എടുക്കുന്ന പൈസക്ക് നമുക്ക് അതേപോലത്തെ ഒരു 10-50 മോഡൽസിന് എടുക്കാൻ പറ്റും. ആ ഒരു വണ്ടി എടുക്കുന്ന പൈസക്ക് അതേപോലെ തന്നെ ഒരു പബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂത്താട്ടം ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കായിയുടെ ഒരു സൗത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന് നമുക്ക് ആ ഒരു ആൾക്ക് അവിടെ പോയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കായിയുടെ. അപ്പം അത് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഭയങ്കര ഫാൻ ഫോളോയിങ് വരുമല്ലോ, അപ്പോൾ കുറേ അട്രാക്ഷൻ വരും നമ്മുടെ അടുത്തേക്ക്. ഇതിനകത്ത് ഒരാൾക്ക് ജെന്യുവനായിട്ട് നമ്മളോട് ഒരു സ്നേഹമുണ്ട്, ഒരു പെൺകുട്ടിക്ക് ജെന്യുവനായിട്ട് ഒരു സ്നേഹമുണ്ട്, അത് നിങ്ങളതിനെ മനസ്സിലാക്കുക? ഭയങ്കര പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സിറ്റുവേഷനിൽ ഭയങ്കര പാടാണ്. അത് നമ്മളോടുള്ളൊരു ഫെയിമിനോടുള്ളൊരു ഇതാണോ, നമ്മുടെ വരികളോടുള്ളതാണോ, നമ്മളോടുള്ളതാണെന്നുള്ള ചാൻസ് ഒരു 90% ഇല്ല. നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വേ. പിന്നെ അത് പല സൈഡിലും നമുക്ക് ആരാധികയാണ്. ഡു യു ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ചില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊരു എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. പലതും പല ഒരു ഇതിലാണ്. നമ്മളെങ്ങനെയാണോ നമ്മൾക്ക് അപകടമില്ലാത്ത രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. എന്താ ഈ അപകടത്തിലത്തെ പേടി? അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചർച്ച ചെയ്യാൻ 2 ദിവസം അങ്ങോട്ട് ഇട്ടുകൊടുക്കാതിരിക്കുക, തിന്നാൻ ഇട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോയിന്റ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ.
അല്ലാതെ ഇപ്പോൾ പേടിച്ച് വീട്ടിൽ കുത്തിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മാക്സിമം ആൾക്കാരെ ഹേർട്ട് ചെയ്യാണ്ട് ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. മലപ്പുറത്തെ ഒരു സാധാരണ വീട്ടിൽ പാടവും മദ്രസയും സ്കൂളും വയലൊക്കെ ഉള്ള ഒരു സാധാരണ സെറ്റപ്പിലൊരു പയ്യൻ, ചെറിയ സെറ്റപ്പ്, ചെറിയ സെറ്റപ്പിലുള്ള പയ്യൻ, അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര വലിയ ജോലിയൊന്നുമില്ല, വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു പയ്യൻ. അവൻ പെട്ടെന്ന് റാപ്പ് എഴുതുമ്പോൾ ഈ കാലകത്തി വെച്ചപ്പോൾ കരിപിടിച്ച് തത്തമ്മാന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അത്രയും ഇവോൾവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഭയങ്കര നന്നായിട്ട് ചിന്തിക്കുന്ന ഒരു ഫോമാറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ബേബിയുടെ ചുറ്റുമുള്ള ആൾക്കാർ. അവർക്ക് മൊത്തത്തിലൊരു കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ ആയിരുന്നോ? പിന്നെ കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത് ട്രെൻഡിങ്, മറ്റേ ഈ ഇൻസ്റ്റാഗ്രാം, ഈ കോവിഡ് ഇതൊക്കെ വന്നതിൻ്റെ ശേഷം എല്ലാവരുടെ കയ്യിലും ഫോണുമായി റീല് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ ഒരു സമയത്താണ് ഇത് കയറി പൊട്ടണത്. അപ്പോൾ ഉമ്മക്ക് വിളിച്ചിട്ട് കരച്ചിലും പിരിച്ചിലൊക്കെ എന്താ മറ്റാ ഇതിനെ ചോദിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഉമ്മാട് പിന്നെ ചതി വഞ്ചന എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത്, ഞാൻ കറുത്ത കാറ് ഉണ്ട്, അതിൻ്റെ പേര് തത്തമ്മ എന്നാണ് പുറത്ത് വിളിക്കണത്. അവർക്ക് ഇങ്ങനെ പറഞ്ഞാലാണ് കൺവീനിയൻ്റ് ഉള്ളൂ, അല്ലാണ്ട് ഞാൻ മറ്റാളാണ്, ഞാൻ ഭയങ്കര ആളാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവം എന്താ അറിയാനാ. അപ്പം ഇത് ഞാൻ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതേപോലെ കവർ പിക്ചറും ചോദിച്ചു. ഞാൻ വിചാരിച്ച ആദ്യം എന്തൊക്കെ കയ്യിൽ ടയർ വെച്ചിരിക്കാന്ന്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അതൊക്കെ എഡിറ്റിംഗ് ആണ്, പിന്നെ അത് ആരുടെ ഇതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭയങ്കര എന്താ പറയാ ദാരിദ്ര്യം ആണെന്ന് ഞാൻ പറയില്ല. ലൈംഗിക ദാരിദ്ര്യമാണോന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കഴിഞ്ഞ് ചിലപ്പോൾ അത് ഞാൻ കുറേ ആൾക്കാർക്ക് ആ ഒരു ആർട്ടിനെ ആർട്ടായിട്ട് കാണാനുള്ളൊരു ഉൾക്കൊള്ളാനുള്ളൊരു ഇതിൽക്കൊക്കെ എത്തി തുടങ്ങുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കുറേ പേര്. കുറേ സൈഡുകളുണ്ട്. നമ്മുടെ സൈഡ് ഇങ്ങനെ ഞാൻ ഒതുക്കി. ഈ റാപ്പറൊക്കെ ആവണൊക്കെ മുമ്പേ ഫാഷൻ ഡിസൈനിങ് പഠിച്ചൊരു ബേബീജിനില്ലേ, അവിടെ നിന്ന് ആരൊക്കെ കൺവിൻസ് ചെയ്യേണ്ട വന്നു ഞാൻ ഇതാണ് എൻ്റെ ലൈഫാക്കാൻ പോണേ എന്നൊക്കെ തീരുമാനിക്കാൻ? ഫാഷൻ ഡിസൈനിങ് ഇത് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫാഷൻ ഡിസൈനിങ് തന്നെ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഉമ്മ അങ്ങനെ കുറച്ച് ധനസഹായമൊക്കെ തന്ന്, ഉമ്മാക്കും അറിയില്ല എന്താണ് ചെക്കൻ ചെയ്യാൻ പോണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ആദ്യ ഫാഷൻ്റെ കാര്യം തന്നെ. അപ്പോഴാണ് അടുത്തത്. അപ്പോഴും ഇത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, ഈ റാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളതൊന്നും അവർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 റുപ്യ അയച്ചു കൊടുക്കുക, വീട്ടുകാർ ഹാപ്പിയാണ്. ആരെയും ഉപദ്രവിക്കാണ്ടില്ല, വലിയ അനർത്ഥങ്ങളൊന്നും അവരെ മേൽക്കെടുക്കില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മേജർ ഫാമിലീസൊക്കെ ഹാപ്പിയാണ്. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ കുറേയൊക്കെ, അതായത് പെട്ടെന്ന് എനിക്ക് ഗ്രാഫ് വെറി ഉണ്ടായിരുന്നു. അതായത് ഇൻ ദ സെൻസ് ഭയങ്കര പെട്ടെന്ന് എനിക്ക് റിസൾട്ട് വേണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫാഷൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ അതിൽ നിന്നൊരു ഏൺ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ഇതിലേക്കും കിടക്കുന്നത്. സോ എനിക്ക് ഫാഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ഒരു ലെവൽ, മാക്സ് എന്നല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു സേഫ് സോൺ എന്ന് നിൽക്കുക. ഞാൻ ഫാഷനിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ വരുന്നത്. അപ്പം അതിങ്ങനെ പൊക്കേണ്ടപ്പോൾ ഇത് ആവറേജിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നും മിനിമത്തിൽ നിന്നും ഡൗൺ ആയിട്ട് ഒരു പോയൊരു ഇൻകം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു മിഡ് സ്റ്റേജിൽ കുറച്ച് സ്ട്രഗ്ലിങ് ആയിരുന്നു. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും നോക്കുമ്പോൾ പിന്നെ ആ ഒരു ഇത്രയും പ്രഷർ കൂടുതലുള്ളതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, എന്താ പറയുക, ഭാഗ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒക്കെ കൂടെ ബ്ലെൻഡായിട്ട്. സാമ്പത്തികമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഒരു 5 റുപ്യ ഉണ്ടായിരുന്നില്ല. അതായത് പക്ഷെ ഞാനിങ്ങനെ വീട്ടിൽ വിളിച്ച് പറയണം, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ പഠിക്കാൻ ഒരു കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ ഒരു അക്കൗണ്ട് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, ഓക്കെ ഇത് വീട്ടിൽ നിന്ന് മേടിക്കുന്നതിന് പരിധി ഉണ്ടല്ലോ, ഞാനത് മേടിക്കൽ കുറച്ച് വരും, ചുരുങ്ങാതെ വൈകാതെ തന്നെ ഇത് ഞാൻ ചുരുക്കും, ഇത്ര മാസത്തിനുള്ളിൽ ഞാൻ ചുരുക്കും, ഞാൻ എന്നിട്ട് സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആവും, കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളാണ്ട് അയച്ചു തരും. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ കൂടെ എനിക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ്. ആ ഒരു വാക്ക് വീട്ടുകാരെ ബോധിപ്പിക്കാൻ പറ്റി. ഉമ്മമാക്ക് കൊടുത്ത വാക്കെന്ന് വെച്ചാൽ ഉമ്മ ഇതേപോലെ തന്നെ ഗ്രാഫിക് എപ്പോഴാണ് തടി നന്നാക്കുക എന്നുള്ള. അപ്പോൾ ഞാൻ ഉമ്മ ആദ്യം തടിയൊക്കെ ഒന്ന് നല്ലോണം ക്ഷീണിക്കും, എന്നിട്ട് തടിയൊക്കെ ഒന്ന് സെറ്റായി വരും. ഒക്കെ ഈ നമ്മുടെ പണിയെടുത്ത പൈസ ബേസ് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ
അല്ലാതെ അവരങ്ങനെ പാഷൻ പരിപാടി ഇത് ഓക്കെ ഈ സക്സസ് ആയി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും അവരുടെ കുറ്റം പറയില്ല. അവിടെ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയി. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഉഷാറ്, ഗൾഫിൽ പോയാൽ ഉഷാറ്. ഇതാണ് റാപ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കി പെർഫോമൻസ് ചെയ്ത് അങ്ങനെ ഒരു ലിവിങ് ഉണ്ടാക്കാൻ പറ്റും. ആ വിശ്വാസം ശക്തമായിരുന്നോ മനസ്സിൽ? ഇല്ല, ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു മൂഡിൽ പിടിച്ചിരുന്നില്ല. ഞാൻ അപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിൽ ട്രാക്ക് ഇറക്കാം, ഫാഷൻ ഇവിടെ കൊണ്ടുപോകാം, കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യാം. ഫാഷൻ ഒന്നും കൂടെ 1 വർഷത്തെ പഠിച്ചത് 4 വർഷം ഒന്നും പഠിക്കാനുള്ള പൈസയും പരിപാടി എൻ്റെ ഇല്ല, വീട്ടുകാരിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1 ഇയർ പേരിന് പഠിച്ച് ആ ഒരു കെയർ ഓഫിൽ ഇവിടുത്തെ ആൾക്കാരെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ച് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് പറ്റണ പോലെയൊക്കെ ചെയ്ത് അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ ഇതും കൂടെ ഒരു സമയം കിട്ടുമ്പോൾ എഴുതി നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഒരു കല പുറത്ത് വരുമ്പോൾ രസമുണ്ട്, ഒരു ബീറ്റിൻ്റെ കൂടെ ഒക്കെ വരുമ്പോൾ രസമുണ്ട്. അങ്ങനെ ട്രിപ്പായി പിടിച്ചതാണ്, ഒരു ട്രിപ്പ് കയറി രസമുണ്ട് എന്നുള്ളൊരു ഇതിൽ പിടിച്ചതാണ് മ്യൂസിക്കൊക്കെ. ഈ ബന്ധാന 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 വേണമെന്ന് പറയുന്നൊരു ഇതിനകത്ത് പാഷൻ മുറുകെ പിടിക്കണം, അത് എന്തൊക്കെ വന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു എയിം വിട്ട് കളിക്കരുത് എന്നുള്ള ഇമോഷനാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാഷൻ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ബേബീജിന് എന്താ ശരിക്കും ചെയ്തിരുന്നത്? കുടിക്കണ കഞ്ഞിക്കോ കീഴാണെങ്കിലും നമ്മൾ ആ ഒരു പാഷൻ മുറുകെ പിടിക്കാൻ സാക്രിഫൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പം സാക്രിഫൈസ് ഇൻ സെൻസ് നമുക്കിപ്പോൾ ഷെൽട്ടർ ആണെങ്കിലും ഫുഡാണെങ്കിലും ഭയങ്കര സൗകര്യത്തിലുണ്ടായിക്കോളന്നില്ല തുടക്കത്തിൽ. അതായത് ഞാൻ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ ആണെങ്കിൽ ഫുഡ്, ഷെൽട്ടർ, അതേപോലെ കുറേ ആഗ്രഹങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ അലമ്പാൻ പറ്റുന്ന കുറേ ഒരു ടൈം തളപ്പിൻ്റെ നടുവിൽ ഫ്യൂച്ചർ കാണുക എന്നുള്ളൊരു പരിപാടി, അതൊക്കെ നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് എടുത്ത് എഴുതുന്ന കുറേ. അതായത് നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസാണ് ഫക്ഡപ്പായി പോകാനുള്ളത്. കാരണം കൊച്ചി ഫാഷൻ, നമ്മൾ കാണുന്ന ആൾക്കാർ ആൻഡ് ദ സോഴ്സ്, കുറേ കാര്യങ്ങളുടെ. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്രയും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കോറിൽ മെയിനായിട്ട് അതിനൊരു പ്രയോറിറ്റി, അല്ലെങ്കിൽ അത് ചെയ്താലേ ഞാനിവിടെ എന്ത് ഫാഷൻ്റെ മറ്റേ ഷാറൂഖ് ഖാനാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഫീഡ് ചെയ്താലേ എനിക്കൊരു വില ഉണ്ടാവുള്ളൂ ആസ് എ മാൻ എന്നുള്ളൊരു ഇതിൽ. അതെനിക്ക് എപ്പോഴും ഒരു ബേസിക് ഉണ്ടായിരുന്നു. അപ്പം അതാലോചിക്കുമ്പോൾ ഓക്കെ നീ അലമ്പിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താമസത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ, നമ്മളെ വസ്ത്രമാണെങ്കിലും കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എങ്ങനെ സാക്രിഫൈസ് ചെയ്യുക? ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാറില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് തിന്നാം, 250 രൂപ ഉണ്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് തിന്നാം. പക്ഷെ മറ്റന്നാൾ തിന്നാൻ പറ്റില്ല. അതേപോലെ വീട്ടിൽ നിന്ന് മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പണിയെടുത്ത പൈസ നമ്മളെ ഇപ്പം ഇതേപോലെ ഈ ബണ്ടാന ട്രാക്ക് എന്ന് പറഞ്ഞത് ഞാനൊരു ബീറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ മിക്സർ മാസ്റ്ററിന് അന്നൊരു 10 രൂപ 12 രൂപ ഉണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ചോറുണ്ടാക്കും, ഒരു ചമ്മന്തി ഇറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഭയങ്കര കഷ്ടപ്പാട് പട്ടിണിന്നൊന്നല്ല, ട്രിക്ക് ആൻഡ് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും പരിപാടി എടുക്കാം എന്നുള്ളൊരു സാധനത്തിൽ പിടിച്ചു. സോൾ ബിൽ ഓഫ് സെയിൽ, അതാണ് ഡോക്യുമെന്റ് കായുടെ തുടക്കത്തിൽ കൊടുക്കുന്നത്. അതെ, നമ്മളൊരു ആത്മാവിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഒരാൾ വേറൊരു ലെവലിലേക്ക് പോവാണ് ലൈഫിൽ. അതാണ് നമുക്ക് കിട്ടിയ ഇന്റർപ്രിട്ടേഷൻ. അത് തന്നെയാണോ ബേബി ഉദ്ദേശിച്ചത്? ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ട്രാക്ക് എഴുതുമ്പോൾ ആ ഒരു ബേസിക് കോറ് ട്രാക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറയാമോ, അല്ലെങ്കിൽ തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ആളെ, അല്ലെങ്കിൽ ഒരുപാട് സാമൂഹ്യ ബോധം ഇല്ലാത്ത ഒരാൾക്ക് കയ്യിൽ, അതായത് ആളെടുത്ത റിസ്കിൻ്റെ പരമായിട്ട് കുറേ ഇത് വരികയാണ്, ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു കുറേ ക്യാഷ് വരികയാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ കുറേയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, കുറേയൊക്കെ ആളുടെ ഒരു എന്താ പറയുക കുത്തിക്കഴപ്പ് എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ 2 രീതിയിലും അതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ആളൊരു ചതി ചെന്ന് പെടുന്നു, അമിത ആൾക്കാരുടെ വിശ്വാസം കാരണം അല്ലെങ്കിൽ അമിത കോൺഫിഡൻസ് കാരണം ചതി ചെന്ന് വിടുന്നു. ആൻഡ് ഹീസ് ഗെറ്റിംഗ് ബാക്ക് ടു ഹിസ് ബിസിനസ് എന്നുള്ള സാധനത്തിലാണ്. പിന്നെയാണ് നമ്മൾ MHB നമ്മൾ കോൺട്രിബ്യൂഷൻ വരുന്നത്. ട്രാക്ക് ഓഡിയോ തൊട്ടവരുണ്ട്. വീഡിയോ ഇത്രയും ആയി കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ നല്ല പ്രൊജക്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാമറസ് സൈഡ്, ഡീറ്റെയിലിങ്, ഇപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറേ മിസ്റ്റീരിയസ് കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റോറി
കറക്റ്റ് ഒരു സ്റ്റോറി ഉണ്ടാക്കുക.